ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ഈ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ഈസ് 672. നാലിന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലം 672 ആണ്. ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന വസ്തുതയെ അടിസ്ഥാനമാക്കി ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതെല്ലാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കണം. അതിനുശേഷം ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ രണ്ട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തിക ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. രണ്ടാമത്തത് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട്, അതായത് ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് യൂസ് ചെയ്ത് നമ്മൾ രണ്ട് നമ്പേഴ്സിനെ എക്സ്പ്രഷൻ രൂപത്തിൽ എഴുതാം. അതായത് എക്സ് ഉപയോഗിച്ച് എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4, അതായത് നാലിന്റെ ഗുണിതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ. നാലിന്റെ ഗുണിതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകളാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയുന്നത്? അതായത് നാലിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 1 ഗുണിക്കണം 4 എത്രയാ? 4 തന്നെ. 2 ഗുണിക്കണം 4 8ആണ്. 3 ഗുണിക്കണം 4 12. 4 ഗുണിക്കണം 4 16. 5 ഗുണിക്കണം 4 20. ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് 4, 8, 12, 16, 20, ഇനി 24, 28 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 4 അഥവാ നാലിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മുടെ നമ്പേഴ്സ് പെടുന്നത്. 28, പിന്നെ അടുത്ത നമ്പർ ഏതാണ്? 32, 36, 40. ഇത് 4ന്റെ 10 വരെയുള്ള ഗുണിതങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നമ്പേഴ്സുകൾ, ആ രണ്ട് നമ്പേഴ്സുകൾ പെടുന്നത്. സോ ഈ നമ്പേഴ്സുകളെ നമുക്ക് അറിയില്ല. സോ നമുക്ക് ഒന്നാമത്തെ നമ്പറിനെ എക്സ് എന്നെടുക്കാം. എപ്പോഴും ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്നെടുക്കുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4, അതായത് തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ. ഇപ്പോൾ എക്സ് 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അഥവാ 4ന്റെ ഒരു ഗുണിതമാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? നമുക്ക് എക്സ്പ്രഷൻ വൈസ് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇപ്പൊ 4 നമ്പർ എങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതാ? 8 അല്ലേ? ഇപ്പോ 20 നമ്പർ എങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതാ? 24. അതായത് എക്സിന്റെ കൂടെ 4 കൂട്ടിയതായിരിക്കും തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, എക്സ് എന്ന് പറയുന്ന 4ന്റെ ഒരു മൾട്ടിപ്പിൾ അഥവാ 4ന്റെ ഒരു ഗുണിതം നമ്മൾ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത നമ്പർ എന്ന് പറയുന്നത് തൊട്ടടുത്ത അഥവാ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതായത് തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 4ന്റെ ഗുണിതം എന്ന് പറയുന്നത് ഈ വാല്യൂവിനോട്, ഈ എക്സിനോട് 4 കൂട്ടിയതായിരിക്കും. ഓക്കെ, കാരണം ഇവിടെ 4ന്റെ തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 4നോട് 4 കൂട്ടിയത് 8. 8ന്റെ തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 8നോട് 4 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്. 12ന്റെ തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 12നോട് 4 കൂട്ടിയത് 16. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത 4ന്റെ മൾട്ടിപ്പിൾസിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? എക്സ് എന്നും എക്സ് പ്ലസ് 4 എന്നും സൂചിപ്പിക്കാം. സോ നമുക്കിവിടെ രണ്ട് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 കിട്ടി. അതായത് അടുത്തടുത്ത രണ്ട് 4ന്റെ ഗുണിതങ്ങൾ കിട്ടി. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് ഈ സെന്റൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ എഴുതണം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4, അതായത് 4ന്റെ ഗുണിതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലം. ഓക്കെ, ഗുണനഫലം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗുണനഫലം, അതായത് മൾട്ടിപ്ലിക്കേഷൻ. എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടുക? 672 ആണ്. അതായത് എക്സിനെയും എക്സ് പ്ലസ് 4നെയും ഗുണിച്ചെഴുതണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4. ഓക്കെ, ഇപ്പൊ എന്തായത്? പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4 ആയി. അതായത് 4ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലം എത്രയാണ്? 672. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെന്റൻസ്. 4ന്റെ ഗുണിതങ്ങൾ അടുത്തടുത്ത 4ന്റെ ഗുണിതങ്ങൾ ഗുണിച്ചപ്പോൾ, അതായത് മൾട്ടിപ്ലൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? 672. സോ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു ഇക്വേഷൻ രൂപീകരിച്ചു. ഇനി നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കണം എന്നാണ്. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ എക്സിനെ ഗുണിക്കണം. എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ. ഇനി എക്സ് ഇൻറ്റു 4 എന്ത് വരും? പ്ലസ് 4x.
ഈക്വൽ ടു 672. എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 672. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ ഈ ഒരു രണ്ടാം കൃതി സമവാക്യം സോൾവ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് അറിയാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് രണ്ട് മെത്തേഡ്സ്. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ, അതായത് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാണെങ്കിലാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് യൂസ് ചെയ്യുക. എന്താണ് ഇക്വേഷന്റെ പ്രത്യേകത? ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അഥവാ കൂടെയുള്ള നമ്പർ ഒന്നായിരിക്കും. അതുപോലെ കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്തായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവാണ് ഉപയോഗിക്കുക. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിക്കുക എപ്പോഴാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന രീതിയിലാണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുക. എന്താണ് ഈ ഇക്വേഷന്റെ പ്രത്യേകത? എക്സ് സ്ക്വയറിന് ഒരു കോഎഫിഷ്യന്റ് അഥവാ ഒരു കൂടെ ഒരു സംഖ്യ ഉണ്ടാവും. അതുപോലെ കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ ഇടതുഭാഗത്തായിരിക്കും. ക്ലിയർ ആയില്ലേ? സോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതിൽ ഏത് ഫോർമാറ്റിലാണ്? ഈ ഒരു ഫോർമാറ്റിലല്ലേ? കാരണം എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ്. കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷന്റെ വലതുഭാഗത്താണ്. സോ നമ്മൾ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചാണ് ഈ ഒരു പ്രോബ്ലം സൊല്യൂഷൻ കാണാനായിട്ട് പോകുന്നത്. യൂസിങ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്താണ്? നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാണെങ്കിൽ എക്സിന്റെ വാല്യൂസ് അഥവാ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണം. എന്താണ് ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്നും ബിന്റെയും സിന്റെയും വാല്യൂസ് കാണണം. ബി എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കൂടെയുള്ള നമ്പർ. ഇവിടെ എക്സിന്റെ കൂടെയുള്ള നമ്പർ ഏതാണ്? 4 പ്ലസ് 4 ആണ്. സോ പ്ലസ് 4 ആണ് ബി. സി എന്ന് പറയുന്നത് ഇക്വേഷന്റെ വലതുഭാഗത്തുള്ള കോൺസ്റ്റന്റ് നമ്പർ ഏതാണ്? 672. അപ്പൊ നമുക്ക് ബിന്റെയും സിന്റെയും വാല്യൂ കിട്ടി. ഇനി നേരിട്ട് നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എത്രയാണ്? 672 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 4 മൈനസ് ബി എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 672 അതുപോലെ എഴുതുന്നു. 16/4 16 ഹരിക്കണം 4 എത്രയാണ്? 4 തന്നെ. മൈനസ് 4ന്റെ പകുതി 4/2 എത്രയാ? 2. ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 672 പ്ലസ് 4 എത്രയാണ്? 676 മൈനസ് 2. ഇനി 676ന്റെ റൂട്ട് എത്രയാണ്? 26 ആണ്. മൈനസ് 2. സോ നമുക്ക് എന്ത് കിട്ടി? എക്സിന് ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് 26 മൈനസ് 2. രണ്ടാമത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു പ്ലസ് 26 മൈനസ് 2. ഓക്കെ, ആദ്യം നമ്മൾ ഈ മൈനസ് 26 മൈനസ് 2 എടുത്തു. രണ്ടാമതായിട്ട് നമ്മൾ പ്ലസ് 26 മൈനസ് 2 എടുത്തു. ഇനി മൈനസ് 26 മൈനസ് 2 എന്ത് വരും? മൈനസ് 28. ഇനി 26 മൈനസ് 2 എന്താണ്? 26ൽ നിന്നും 2 പോയാൽ 24. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിന് നമുക്ക് രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് മൈനസ് 28ഉം രണ്ടാമത്തത് 24ഉം. നമ്മളിവിടെ പോസിറ്റീവ് നമ്പർ ആണ് എടുക്കുന്നത്. എക്സ് എത്രയാണ് എടുക്കുന്നത്? 24. ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സും എക്സ് പ്ലസ് 4ഉം ഈ രണ്ട് നമ്പേഴ്സുകൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എക്സ് എന്ത് കിട്ടി? 24 എന്ന് കിട്ടി. ഒന്നാമത്തെ നമ്പർ കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ നമ്പറോ എക്സ് പ്ലസ് 4 ആണ്. അതായത് 24 കൂടെ 4 കൂട്ടിയത് എത്രയാ? 28. സോ നമ്മുടെ നമ്പേഴ്സുകൾ ഏതൊക്കെയാണ്? 24ഉം 28ഉം. അടുത്തടുത്ത, അതായത് 4ന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങൾ 24ഉം 28ഉമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് ഈ ഒരു ചോദ്യം നമുക്ക് എക്സാമിന് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്